എല്ലാവർക്കും നമസ്കാരം. എന്ന് പറയുന്ന പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ ദുരുദുരാ യോഗവും സുനഭായോഗവും അനഭായോഗത്തെക്കുറിച്ചാണ്. അതായത് സൂര്യനൊഴിച്ചുള്ള ഏതെങ്കിലും ഒരു താരാഗ്രഹം ചന്ദ്രൻ്റെ 2-ാം ഭാവത്തിൽ നിന്നാൽ സുനഭായോഗവും, 12-ൽ നിന്ന അനഭായോഗവും, 2-ലും 12-ലും നിന്ന ദുരുദുര യോഗവും ഭവിക്കും എന്നാണ് പറയുന്നത്. ഇപ്രകാരം 2-ലും 12-ലും ഗ്രഹങ്ങളില്ലാത്ത വന്നാൽ കേമ ദ്രുമ യോഗം ഉണ്ടാകും. അതായത് ദുഃഖമാണ് പറയുന്നത്, ദാരിദ്ര്യമാണ് കേമുദ്രുവം പറയുന്നത്. പക്ഷേ അവിടെ ആ വരണ സമയത്ത് അവിടെ കേന്ദ്രങ്ങൾ വ്യാഴമോ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ അതിന് ഭംഗം വരുമെന്നാണ് പറയുന്നത്. ലഗ്നകേന്ദ്രത്തിൽ ചന്ദ്രൻ ഏതെങ്കിലും താരാഗ്രഹത്തോടു കൂടി നിന്നാലും, ചന്ദ്രൻ്റെ കേന്ദ്രത്തിൽ എവിടെയെങ്കിലും താരാഗ്രഹങ്ങൾ ഉണ്ടായിരുന്നാലും ഹേമുദ്രമത്തിനും ഭംഗം വരും എന്നാണ് പറയണത്. അതായത് താരാഗ്രഹങ്ങൾ ഏതെങ്കിലും മറ്റേ ചന്ദ്രൻ്റെ കേന്ദ്രങ്ങൾ വരികയാണെങ്കിൽ അതിന് ഭംഗം വരും എന്നാണ് പറയണത്. അപ്പോൾ നമുക്ക് സുനഭ യോഗത്തിൽ ജനിച്ചവർ സ്വയം സമ്പാദിച്ച ധനത്തോടു കൂടിയവനും രാജാവോ രാജതുല്യനോ ആയും ബുദ്ധിയും ധനവും കീർത്തിയും ഉള്ളവനായും ഭവിക്കുമെന്നാണ് പറയണത്. അതായത് സുനഭയോഗത്തിൽ ജനിച്ചാൽ സ്വയം സമ്പാദിച്ച ധനത്തോടു കൂടിയവനും രാജാവോ രാജതുല്യനോ ആയും ബുദ്ധിയും ധനവും കീർത്തിയും ഉള്ളവനായി തീരുമെന്നാണ് ആചാര്യൻ പറയണത്. അതേപോലെ തന്നെ അനഭായോഗത്തിൽ ജനിച്ചവർ പ്രഭുവും രോഗമില്ലാത്തവനും ശരീരത്തോടു കൂടിയവനും സൽസ്വഭാവമുള്ളവനും സുപ്രസിദ്ധമായ കീർത്തിയുള്ളവനും വിഷയസുഖങ്ങളെ വളരെ അനുഭവിക്കുന്നവനും നല്ല വേഷത്തോടു കൂടിയവനും സുഖമനുഭവിക്കുന്നവരുമായി ഭവിക്കുമെന്നാണ് പറയുന്നത്. അടുത്തത് അതായത് എന്തൊക്കെയാണ്? പ്രഭു, അതായത് നല്ലൊരു രാജാവിൻ്റെ പവറോട് കൂടിയവൻ, ശരീരത്തിൽ ചെറിയ ചെറിയ രോഗങ്ങൾ പറയണത് വെച്ചാൽ ഇതെല്ലാവർക്കും അതേപടി വരണം എന്നും നിങ്ങൾ നോക്കരുത്. കാരണം എല്ലാ യോഗങ്ങളും ആർക്കും ഏകദേശം 100-ൽ 25% മാത്രമേ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അതെല്ലാം നമ്മുടെ കർമ്മം കൊണ്ട് എല്ലാവർക്കും ഈ യോഗങ്ങളൊക്കെ ഉണ്ടെന്ന് ഒരു കാരണവശാലും നിങ്ങൾ വിചാരിക്കരുത്. എന്നിരുന്നാലും പൊതുവായ ഈ ഗുണങ്ങൾ, അതായത് നമ്മുടെ കർമ്മം കൂടി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചെയ്യുന്ന ജോലികൾക്ക് കൂടുതലായിട്ട് ഇത് കൊടുക്കുകയാണെങ്കിൽ, കർമ്മമേഖല കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിൻ്റെ ഒരു ഭാവം കൂടി നമുക്ക് വന്നു ചേരും എന്നുള്ളത് മാത്രമാണ്. അതിൽ രോഗമില്ലാത്ത ശരീരത്തോട്, അതായത് രോഗങ്ങളൊക്കെ കുറവുള്ളതെന്ന് പറയുന്നത് സ്വഭാവം, നല്ല സ്വഭാവമുള്ളവനായിരിക്കും, നല്ല ഒരു കീർത്തിയുള്ളവനായിരിക്കും, എല്ലാ വിഷയങ്ങളെ വളരെ അനുഭവിക്കുന്നവൻ, എല്ലാ വിഷയങ്ങളിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ആളായിരിക്കാം, നല്ല വേഷം, അതായത് വൃത്തിയുള്ള വേഷധാരിയായിരിക്കും, സുഖം അനുഭവിക്കുന്നവൻ, നല്ല അത്യാവശ്യം ഭക്ഷണഭോഗങ്ങളും എല്ലാം കൊണ്ടും സുഖം അനുഭവിക്കുന്നതാണ് പറയണത്. അടുത്തത് പറയണത് ദുരുദുര യോഗം ഹേമുദ്രുമ ഫലം. അതായത് ദുരുദുര യോഗത്തിൽ ജനിച്ചവർ വലിയ ഭാഗ്യവാനും സ്വഭക്ഷണത്തോടു കൂടിയവനും ധനവാനും വാഹനങ്ങളുള്ളവനും ദാനശീലനും പ്രഭുവും നല്ല ഭൃത്യന്മാരുള്ളവനായി ഭവിക്കും. അതായത് ദുരുദുര യോഗത്തിൽ ജനിച്ചാൽ വലിയ ഭാഗ്യവാനും, അതായത് ചന്ദ്രൻ്റെ 12-ലും ചന്ദ്രൻ്റെ 2-ലും ഒരു ഗ്രഹം നിന്ന് കഴിഞ്ഞാൽ ദുരുദുര യോഗമാണ് സംഭവിക്കുന്നത്. ധനവാൻ, നല്ല വാഹനമുള്ളവൻ, ദാനശീലൻ, പ്രഭു, നല്ല ഭൃത്യന്മാരുള്ളവനായി, ഭൃത്യൻ എന്ന് പറയുന്ന അടിമ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഭവിക്കുമെന്നാണ്. അത് നല്ല ഇത് തന്നെയാണ് പറയണത്. അത് കഴിഞ്ഞതിന് ശേഷം എന്നാണ് പറയുന്നത്, ഹേമദ്രുമ യോഗം. അതായത് ഹേമദ്രുമ യോഗം എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ 12-ലും ചന്ദ്രൻ്റെ 2-ലും ഒരു ഗ്രഹമില്ലെങ്കിൽ ഈ ഹേമോദ്രുമ യോഗത്തിലുണ്ടാകുന്നു. പക്ഷെ അത് കേന്ദ്രങ്ങളിൽ പഞ്ചതാര ഗ്രഹങ്ങൾ ഏതെങ്കിലും ഗ്രഹം നിൽക്കുകയാണെങ്കിൽ ഇതിന് ഭംഗം വരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ജനിച്ചു കഴിഞ്ഞാൽ പൊതുവായിട്ട് പറയണത് രാജവംശത്തിൽ ജനിച്ചവനായാലും മലിനനും ദുഃഖിതനും നീചനും ദരിദ്രനും മറ്റുള്ളവരെ ചൊൽപ്പടിക്ക് നിൽക്കേണ്ടി വരുന്നവനും ദുഷ്ടനായി തീരും. വളരെ വളരെ മോശമായ രീതിയാണ് പറയണത്. പക്ഷേ ഏതെങ്കിലുമൊക്കെ ഏത് ഗ്രഹനിലയിലും ഏതെങ്കിലുമൊക്കെ ചന്ദ്രൻ്റെ 12-ാം ഭാവത്തിലൊക്കെ ഗ്രഹങ്ങൾ ഉണ്ടാകും. നമ്മൾ
ചില അപൂർവങ്ങളിൽ ഗ്രഹങ്ങളിൽ നിലയിൽ മാത്രമേ ഉണ്ടാവാത്തുള്ളൂ. പക്ഷേ ഇതൊന്നും ഒരു കാരണവശാലും നിങ്ങളുടെ ജാതകത്തിൽ കൂട്ടിക്കുഴപ്പിക്കരുത്. ഇത് പൊതുവായിട്ട് കാരണം ഒരു 10% മാത്രമേ നമ്മൾക്ക് ഇതെല്ലാം അനുഭവപ്പെടുകയുള്ളൂ. ഈ ഒരു ഒരുപാട് 100 യോഗങ്ങളുണ്ട്. അതിൽ അത്യാവശ്യം വേണ്ടപ്പെട്ട യോഗങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എല്ലാം പറഞ്ഞു പോകുന്നില്ല, വേണ്ടപ്പെട്ടത് മാത്രം. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ കർമ്മം കൊണ്ട് വിനിയോഗിക്കുക. നിങ്ങൾക്ക് ഇത് നല്ല സമയങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഈ പറയുന്ന പോലെ ഗ്രഹങ്ങളെല്ലാം ഉച്ചക്ഷേത്രത്തിലൊക്കെ ചാരവശാൽ വരുന്ന സമയത്തൊക്കെ അത് അനുഭവത്തിൽ വരും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ തന്നെ മുന്നോട്ട് ഇറങ്ങിത്തിരിക്കണം. ഞാൻ പറഞ്ഞതുകൊണ്ട് ഒന്നും ആയിട്ടില്ല. നിങ്ങളുടെ കർമ്മം നിങ്ങൾ തന്നെ തീരുമാനിച്ച് അത് യോഗം വേണോ വേണ്ടേ, എനിക്ക് ഗജകേശ്വരി യോഗം ഉണ്ട് അല്ലെ അതുണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു ഗ്രഹം ഇവിടെ കൊണ്ടുതരത്തില്ല. നമ്മൾ വീട്ടിൽ പഠിക്കൽ കൊണ്ടുതരില്ല. നമ്മൾ ഇറങ്ങിത്തിരിക്കണം വിജയത്തിലേക്ക്. ആ വിജയത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് ഇതെല്ലാം നമുക്ക് ചെറിയൊരു എന്താ പറയുക നല്ലൊരു സൂചനയായിട്ട് നമുക്ക് അനുകൂലത്തിൽ വരും എന്നുള്ളതാണ്. അപ്പോൾ പുതിയൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.